13, പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നൊരു സ്വഭാവം നിങ്ങൾക്കുണ്ട് എന്നാണെങ്കിൽ റിയാക്ട് ചെയ്യുന്നതിന് മുൻപ് പോസ് ചെയ്യാനായിട്ട് പഠിക്കുക. എല്ലാം പ്രാക്ടീസിലൂടെ മാത്രമേ നമുക്ക് പഠിക്കാനായിട്ട് കഴിയുള്ളൂ. നിങ്ങൾക്കൊന്നും ഒറ്റയ്ക്ക് ശരിയാവുന്നില്ല എന്നാണെങ്കിൽ നമ്മുടെ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക. നമുക്ക് കൂട്ടമായിട്ട് തന്നെ ഈ കാര്യങ്ങളിലൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്നതേ ഉള്ളൂ. ഗ്രൂപ്പ് കോച്ചിങ് ആണ് എപ്പോഴും നടക്കുന്നത്. അതിൽ ജോയിൻ ചെയ്താൽ മെല്ലെ സ്ലോ ആയിട്ട് നല്ല രീതിയിൽ മാറ്റങ്ങൾ ഒരു കൂട്ടത്തിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് മാറ്റം കൊണ്ടുവരാൻ കഴിയുന്നതേ ഉള്ളൂ. 14, സ്പീഡിൽ ഫോക്കസ് ചെയ്യുന്നതിന് പകരം പ്രോഗ്രസ്സിൽ ഫോക്കസ് ചെയ്യുക. നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ വെയിറ്റ് ലോസിന് ട്രൈ ചെയ്യുന്നു, ആ വെയിറ്റ് ലോസ് സ്പീഡായിട്ട് നടക്കുന്നില്ല. ഇറ്റ്സ് ഓക്കെ. അതിലേക്ക് നോക്കുന്നതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾ എന്തൊക്കെയാണ് ഓരോ ദിവസവും ട്രൈ ചെയ്യുന്നത്, അതിൽ മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും അത് മാത്രം നോക്കുക. 15, മറ്റുള്ളവരുടെ ഫീഡ്ബാക്ക് അക്സെപ്റ്റ് ചെയ്യുക. മറ്റുള്ളവർ പറയുന്നത് അക്സെപ്റ്റ് ചെയ്യുക. പെട്ടെന്ന് അങ്ങ് ഡിഫെൻസ് മോഡിലേക്കായി മാറാതിരിക്കുക. 16, കംപ്ലൈൻറ്റ് പറയുന്നതിന് പകരം, എല്ലാറ്റിലും പരാതി പറയുന്നതിന് പകരം സൊല്യൂഷനിലേക്ക് നോക്കുക. സൊല്യൂഷൻ കണ്ടുപിടിക്കുക. എല്ലാറ്റിനും സൊല്യൂഷൻ ഉണ്ട്. ആ സൊല്യൂഷൻ നമുക്ക് അറിയാനിട്ടല്ല, പക്ഷേ ഏറ്റവും ഈസി എന്ന് പറയുന്നത് പരാതി പറയൽ തന്നെയാണ്. 17, നിങ്ങളുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന സാഹചര്യത്തിലേക്ക് മാറാനായിട്ട് ശ്രമിക്കുക. ചിലർ വിധി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില കാര്യങ്ങളിൽ അങ്ങ് കിടക്കും. അത് നേരത്തെ പറഞ്ഞതുമായിട്ട് കണക്റ്റഡ് ആണ്. നമുക്കൊരു പ്രശ്നം നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ സൊല്യൂഷനിലേക്ക് നമ്മൾ നോക്കണം. നോക്കിയാലേ നമുക്ക് വാതിൽ കാണുള്ളൂ. നമ്മൾ ഇതെൻ്റെ വിധിയാണ്, അല്ലെങ്കിൽ ഇതൊക്കെ ഞാൻ അനുഭവിക്കേണ്ട കാര്യമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ നമുക്ക് പുതിയ വഴികൾ കണ്ടുപിടിക്കാനായിട്ട് ഒരിക്കലും സാധിക്കില്ല. നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു സംഗതി നിങ്ങളുടെ ലൈഫിലില്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് എങ്ങനെ ഇരിക്കും എന്നുള്ളതൊന്ന് ഓർത്ത് നോക്കിയാൽ തന്നെ ആ ഒരു ഏരിയയിലേക്ക് കടക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയും. പലർക്കും ധൈര്യക്കുറവ്, ചെറിയൊരു ധൈര്യക്കുറവ്, ഫ്യൂച്ചറിനെ കുറിച്ചുള്ള പേടിയൊക്കെ കൊണ്ടാണ്, അതായത് പെട്ടുകിടക്കുന്ന സിറ്റുവേഷൻ എന്താണെങ്കിലും അതിൽ നിന്ന് പുറത്ത് കടന്നാൽ ഇനിയിപ്പോൾ ഒറ്റയ്ക്ക് ഞാനെന്ത് ചെയ്യും എന്നൊക്കെ പേടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇന്നിന്ന ആൾക്കാരുടെ സപ്പോർട്ട് ഇല്ലാതെ ഞാനെന്ത് ചെയ്യും എന്നൊക്കെ പേടിച്ചുകൊണ്ട് കുഴിയിൽ തന്നെ കിടക്കുന്ന ആൾക്കാരുണ്ട്. അവരോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ഡ്രീംസ് ഉണ്ടെങ്കിൽ പുറത്തേക്ക് കടക്കുക. നിങ്ങളുടെ സാഹചര്യം മോശമാണെങ്കിൽ നല്ല സാഹചര്യത്തിലേക്ക് മാറാനായിട്ട് നന്നായി ശ്രമിക്കുക.